Josmi, good morning. Good morning, sir. Okay, Josmi, good morning. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്ത് വിശേഷം അല്ലേ? നല്ല വിശേഷം. സാറിനോ? യെസ്, വെരി ഗുഡ്. സാറിന് സുഖമല്ലേ? യെസ്, സുഖമായിരിക്കുന്നു. നല്ല മഴയുണ്ടായിരുന്നു, ചൂടൊക്കെ ഒന്ന് ഒതുങ്ങി. ആരാണ് പ്രയർ? സാർ ഞാൻ. യെസ്, കണ്ടിന്യൂ. Help me to remember that nothing is going to happen to me today that you and I together can't handle. Amen. Yes, very good, very good, very good, very good. Josmi? Sir, thought ഞാനാണ്. പറഞ്ഞോളൂ. Life and time are the world's best teachers. Life teaches us to make good use of time, and time teaches us the value of life. Oh, simultaneous approach ആണല്ലോ ജോസ്മി. Very good, very good, very good. Yes, പറഞ്ഞോളൂ. Good morning, respected Job sir. I warmly welcome you to today's session. I also welcome all my classmates who are joining us today. Thank you, Job sir, for guiding us and helping us in understanding the lessons. I hope we all learned something valuable in today's class. Let's begin the session. Thank you. Okay. എന്ത് ഫ്ലോ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ് അല്ലേ രേവലി ജയൻ? ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ പ്രിപ്പോസിഷനിലേക്ക് തന്നെ കടന്നു വരാം. ഇന്ന് നമ്മൾ വേറെ പ്രിപ്പോസിഷന്റെ കുറച്ച് എക്സസൈസ് ഒക്കെ നമുക്ക് ചെയ്യാം. അങ്ങോട്ട് കടക്കുന്നതിന് മുമ്പ് വേറെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. നമ്മൾ പറയാല്ലേ, പാച്ചുവും ഗോപാലനും എന്ന് പറയുന്ന പോലെ ചില കാര്യങ്ങൾക്ക് ചില ആളുകളുണ്ടെങ്കിൽ കൂടെ മറ്റവരും കാണും എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ പറയാറില്ലേ? ഇത് ആണെങ്കിൽ കൂടെ മറ്റവരുണ്ടാവും, ഈ പരിസരത്ത് മറ്റേ പുള്ളി ഉണ്ടാവും എന്ന് പറയാറില്ലേ? എന്ന് പറയുന്നത് പോലെ ഇംഗ്ലീഷിൽ ചില വാക്കുകളുടെ കൂടെ മാത്രം വരുന്ന ചില പ്രിപ്പോസിഷൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ കുറച്ച് പ്രിപ്പോസിഷൻസ് നോക്കിയാൽ കൂടാതെ ചില വാക്കുകളുടെ കൂടെ മാത്രം വരുന്ന പ്രിപ്പോസിഷൻ. അങ്ങനെയുള്ള കുറച്ച് പ്രിപ്പോസിഷനെ കുറിച്ചാണ് നമുക്ക് ഇന്ന് ആദ്യം ഒന്ന് ചർച്ച ചെയ്യേണ്ടത്. ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും, ചില ബസ്സുകളൊക്കെ, പ്രൈവറ്റ് ബസ്സുകളൊക്കെ ആളുകൾ വാങ്ങുമ്പോൾ കുറച്ച് പൈസ അവരുടെ അടുത്ത് ഉണ്ടാവും, ബാക്കി പൈസ അവര് ലോൺ എടുക്കും, എന്നിട്ട് ബസ് വാങ്ങിക്കും. അപ്പോൾ ഈ ഡ്രൈവർ ഇരിക്കുന്ന സീറ്റിന്റെ പുറകില് ഒരു വാചകം ഉണ്ടാവും, ഫിനാൻസ്ഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഫിനാൻസ്ഡ് സ്റ്റേറ്റ് ബാങ്ക്, കാനറ ബാങ്ക്. ആ ബാങ്കിന്റെ പേര് അവർ കൊടുത്തിട്ടുണ്ടാവും. അതിന്റെ അർത്ഥം ആ ബസ് വാങ്ങിക്കുന്നതിന് പൈസ നൽകിയത് വെറുതെ കൊടുത്തതല്ല, പലിശക്ക് പൈസ കൊടുത്തത് ഇന്ന ബാങ്കാണെന്ന്. അപ്പൊ ഫിനാൻസ്ഡ് എന്ന് പറയുന്ന വേർഡ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന്റെ കൂടെ ബൈ ഉണ്ടാവും. ഫിനാൻസ്ഡ് ബൈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഫിനാൻസ്ഡ് ബൈ കാനറ ബാങ്ക്, ഫിനാൻസ്ഡ് ബൈ ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പൊ ഫിനാൻസ്ഡ് എന്ന് പറയുന്ന വേർഡിന്റെ കൂടെ എപ്പോഴും എന്ത് വരും? ബൈ എന്ന് പറയുന്ന വേർഡ് വരും. യെസ്, ചിലപ്പോ ഈ ഫിനാൻസ്ഡ് എന്നുള്ളതിന് പകരം ഹൈപ്പോത്തിക്കേറ്റഡ് എന്നായിരിക്കും. ഹൈപ്പോത്തിക്കേറ്റഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, അങ്ങനെ കാണാം. ഈ ഹൈപ്പോത്തിക്കേറ്റഡ് എന്ന് പറയുന്ന വേർഡ് കഴിഞ്ഞാൽ തൊട്ടരികത്തൊരു ടു ഉണ്ടാവും. ഹൈപ്പോത്തിക്കേറ്റഡ് ടു. യെസ്, അത് ചില വാക്കുകൾ കൂടെ മാത്രം വരുന്ന ചില പ്രിപ്പോസിഷൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ചില പ്രിപ്പോസിഷൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ജോസ്മി, Yes, sir. നോക്കാം. ഹിയർ ഈസ്, ഇങ്ങോട്ട് നോക്കിയാൽ മതി.
here is a list of nouns which usually or often have to after them. താഴെ കുറെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ വാക്കുകൾ കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഉടനെ എന്ത് വരും? ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വരും. എന്ത് വരും? ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ അതാ വരും. നോക്കാം. അപ്പൊ ഓക്കെ ജോസ്മി താഴേക്ക് വായിച്ചു. access, ആക്സസ്. പിന്നെ അതൊന്ന് ടു ചേർത്ത് പറയാം. ആക്സസ് ടു to, ആക്സസ് ഉൾക്കൊള്ളുക എന്നാണ് കേട്ടോ. അതിന്റെ അടുത്തത് addition to, അഡിക്ഷൻ. അഡിക്ഷൻ നമ്മൾ പറയാറില്ല അവൻ ഡ്രഗിന് അഡിക്റ്റ് ആണ്. ഈസ് അഡിക്റ്റഡ് ടു ഡ്രഗ്, ഈസ് അഡിക്റ്റഡ് ടു സ്മോക്കിംഗ്, ഈസ് അഡിക്റ്റഡ് ടു ആൽക്കഹോൾ. അങ്ങനെ നമ്മൾ പറയാം. അഡിക്റ്റ് കഴിഞ്ഞാല് ഉടനെ കൂടെ ടു ഉണ്ടാവും. യെസ്. അടുത്തത് adherence, അഡ്ഹറൻസ്. അഡ്ഹറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്രയം എന്നാണ് കേട്ടോ. അഡ്ഹറൻസ് ടു, അഡ്ഹറൻസ് ടു ഹിസ് പാരന്റ്സ്, അഡ്ഹറൻസ് ടു ഹിസ് അങ്കിൾ. ഓക്കെ. allegiance to, അലിഗിയൻസ് എന്ന് പറഞ്ഞാൽ വിധേയത്വം. വിധേയത്വം കേട്ടോ. അലിജിയൻസ് ടു വിധേയത്വന്നല്ലേ സാർ പറഞ്ഞ? വിധേയത്വം കീഴടക്കുക. അലർജി, അതറിയാലോ. അലർജി കഴിഞ്ഞാൽ എന്റെ കൂടെ എപ്പോഴും ടു വരുള്ളൂ. അലർജി ടു പാരസെറ്റമോൾ, അലർജി ടു അങ്ങനെ. അലർജി കഴിഞ്ഞിട്ട് എന്ത് സാധനത്തെ അലർജി ഉള്ളത് അപ്പോ ടു അതിന്റെ കൂടും. അലർജി ടു. അടുത്തത് alternative to, ആൾട്ടർനേറ്റീവ്. ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിടവിട്ടുന്നതാണ്. ഒന്നിടവിട്ട് അതിനെയാണ് നമ്മൾ ആൾട്ടർനേറ്റീവ് എന്ന് പറയാം. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ ജോസ്മി. അപ്പൊ ആക്സസ് ടു, അഡിക്ഷൻ ടു, അഡ്ഹറൻസ് ടു, അലിഗൻസ് ടു, അലർജി ടു, ആൾട്ടർനേറ്റീവ് ടു. ഓക്കെ. അച്ചു അടുത്ത താഴേക്കുള്ളത് വായിക്കും. സാർ ഇവിടെ ഭയങ്കര ബഹളം പോയി ഇവിടെ. എന്നാ കുഴപ്പമില്ല, ഞാൻ വിളിച്ചോളാം. നോ പ്രോബ്ലം. യെസ്. താരാഗിരി aversion to, അവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെറുപ്പ് എന്നാണ്. വെറുപ്പ്. അവേർഷൻ ടു attachment to, അറ്റാച്ച്മെന്റ് അറിയാലോ. അവര് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണെന്ന് പറയാം. അടുപ്പം. അറ്റാച്ച്മെന്റ്. അപ്പൊ ഹാസ് അറ്റാച്ച്മെന്റ് ടു. ഓക്കെ. contribution to, കോൺട്രിബ്യൂഷൻ സംഭാവന കേട്ടോ. സംഭാവന കോൺട്രിബ്യൂഷൻ. damage to, ഡാമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരിക്ക് അല്ലെങ്കിൽ കേടുപാടുകൾ. അതാണ് ഡാമേജ് പറ്റി പറയാറില്ലേ. ഡാമേജ് ടു ഇലക്ട്രിസിറ്റി, ഡാമേജ്. devotion to, ഡിവോഷൻ എന്ന് പറഞ്ഞാല് ഡിവോഷൻ സോങ്. ദൈവിക, ഓക്കെ. ഡിവോഷൻ ആരാധന. ഡിവോഷണൽ സോങ് എന്ന് പറയുമ്പോൾ ആരാധനയ്ക്ക് പറ്റുന്ന, ഈശ്വരനായി ആരാധിക്കാൻ പറ്റുന്ന പാട്ടുകൾ. ഓക്കെ. ഡിവോഷണൽ സോങ്സ്. disloyalty, സ്പെല്ലിംഗ് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഒന്നിന്റെ സ്ഥലത്ത് അതുണ്ട്. ഡിസ്ലോയൽറ്റി. ഇതിനകത്ത് കിടക്കുന്ന പഴയ കോപ്പിയാണ്. DISLOYALTY. THY ഇല്ല, TY. ഡിസ്ലോയൽറ്റി. ലോയൽറ്റി വിശ്വസ്തത. അതിന്റെ ഓപ്പോസിറ്റ് ആണ് വിശ്വസ്തത ഇല്ലായ്മ. ഡിസ്ലോയൽറ്റി. അപ്പൊ ഇത്രയും വാക്ക്: അവേർഷൻ, അറ്റാച്ച്മെന്റ്, കോൺട്രിബ്യൂഷൻ, ഡാമേജ്, ഡിവോഷൻ, ഡിസ്ലോയൽറ്റി. കഴിഞ്ഞാൽ എന്താ വരുള്ളൂ? തുക വരുള്ളൂ. രേവതി ജെ അടുത്ത് വായിക്കും. preface to, പ്രിഫേസ് പോലെ. പ്രിഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും പുസ്തകങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ, വായിക്കുമ്പോൾ, നോവലുകളൊക്കെ വായിക്കുമ്പോൾ ഒരു ആമുഖം ഉണ്ടാവില്ലേ? അതിന് പറയുന്ന പേരാണ് പ്രിഫേസ്. പ്രിഫേസ് എന്ന് പറഞ്ഞാൽ ആമുഖം. ആമുഖം. reference to, റെഫറൻസ് ടു. റെഫറൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, പരാമർശിക്കുക, റെഫർ ചെയ്യുക, പരാമർശിക്കുക. relevance to, റെലവൻസ് ടു. റെലവൻസ് എന്ന് പറഞ്ഞാൽ പ്രസക്തി, പ്രാധാന്യം. വളരെ റെലവെന്റ് ആയ ഒരു സബ്ജക്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തെന്ന് പറയില്ലേ. അപ്പൊ പ്രസക്തി. ഓക്കെ. reply to, റിപ്ലൈ ടു. അടുത്തത് resistant to, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിരോധം,
ഓക്കെ ഓക്കെ. റെസിസ്റ്റൻസ് ടു അടുത്തത് Return to. റിട്ടേൺ എന്ന് പറഞ്ഞാല് തിരിച്ചു കൊടുക്കുക. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഐശ്വര്യ സെൽവൻ. യെസ് പറഞ്ഞോളൂ. ആൻസർ യെസ് ആൻസർ എന്ന് വെച്ചാൽ അറിയാലോ, മറുപടി പറയുക. മറുപടി ഉത്തരം. ആൻസർ ടു ആൻസർ ടു ദ ക്വസ്റ്റ്യൻ, ആൻസർ ടു ദ പോയിന്റ്. ആൻസർ കഴിഞ്ഞാൽ ഉടനെ ടു ഉണ്ടാവും. അടുത്തത് ആന്റിഡോട്ട്. എന്താ ആന്റിഡോട്ട് എന്ന് പറഞ്ഞാല്? പ്രതിവിധി. ഇതാണ് പ്രതിവിധി, ആന്റിഡോട്ട്. അടുത്തത് അപ്രോച്ച്. സമീപിക്കുക. ഓക്കെ കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. സമീപിക്കുക, സംവദിക്കുക എന്നൊക്കെയാണ്. അപ്രോച്ച് ടു, അപ്രോച്ച് കഴിഞ്ഞാലും ടു ആയിരിക്കും. മറുപടി പറഞ്ഞോളൂ. സർ ആന്റിറ്റ്യൂഡ് പ്രതിരോധം. ആന്റിറ്റ്യൂഡിന്റെ മീനിങ് എന്താ പറഞ്ഞേ? പ്രതിവിധി. പ്രതിവിധി. ആറ്റിറ്റ്യൂഡ് അല്ല, ആന്റിഡോട്ട് ആണ്. ആറ്റിറ്റ്യൂഡ് മനസ്ഥിതിയാണ്. മറുപടി പറഞ്ഞു. എക്സെപ്ഷൻ. എക്സെപ്ഷൻ. എക്സെപ്ഷൻ ഒഴികെ നമ്മൾ പറയാറില്ലേ, എക്സെപ്റ്റ് ബൈ ഫാദർ. എന്റെ അച്ഛൻ ഒഴികെ എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാ ടീച്ചർമാരും ഉണ്ട് എക്സെപ്റ്റ് എച്ച് എം ഒഴികെയുള്ള എല്ലാ ടീച്ചർമാരും. അപ്പൊ ഒഴികെ എക്സെപ്റ്റ് ടു. നികിത രാജ് വായിക്കും. യെസ്. അപ്പൊ നികിത വരുമെന്ന് വിചാരിക്കാം. വേറെ ആരാ ഉള്ള ബാലൻസ്? ഞാൻ വായിക്കാം സർ. വായിച്ചോ. ഇമ്മ്യൂൺ ടു. എന്താ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പ്രതിരോധം, ഇമ്മ്യൂണൈസേഷൻ അല്ലേ പ്രതിരോധം. ഇമ്മ്യൂൺ. നമ്മള് HIV ഫുൾ ഫോം പറയുമ്പോ, എയ്ഡ്സിന്റെ ഫുൾ ഫോം പറയുമ്പോ പറയില്ലേ, അക്യൂർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം. അപ്പൊ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ പ്രതിരോധം. അടുത്തത് ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷൻ എന്താണ്? ഇൻട്രൊഡക്ഷൻ കൊടുക്കുക ഒരു കാര്യത്തിനെ കുറിച്ച്. ആമുഖം തന്നെ. കറക്റ്റ് ആമുഖം കേട്ടോ. ഇൻട്രൊഡക്ഷൻ ആമുഖം. അടുത്തത് സൊല്യൂഷൻ. സൊല്യൂഷൻ എന്താണ്? എന്തും അവളോട് പറഞ്ഞാൽ അവളുടെ കയ്യിൽ അതിനുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാവും എന്ന് പറയാറില്ലേ? അപ്പൊ പരിഹാരം. കറക്റ്റ് ആൻസർ, പരിഹാരം. ത്രെഡ് ആണോ? ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭീഷണി. അടുത്തത് വിറ്റ്നസ് എന്ന് പറഞ്ഞാല് സാക്ഷി. കോടതിയിലൊക്കെ നമ്മൾ വിറ്റ്നസ് എന്നാ പറയാ. അപ്പൊ ഇമ്മ്യൂൺ ടു, ഇൻട്രൊഡക്ഷൻ ടു, സൊല്യൂഷൻ ടു, ത്രെഡ് ടു ആൻഡ് വിറ്റ്നസ് ടു. ഓക്കെ, വെരി ഗുഡ്. ഇനി ആരാ ബാലൻസ് ഉള്ളത്? സർ ഞാൻ കെന്നഡി അനു എന്ന പേര്. നികിതല്ലേ? അതെ. നികിതനെ നേരത്തെ വിളിച്ചിരുന്നു. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. ഹിയർ ഈസ് എ ലിസ്റ്റ് ഓഫ് നൗൺസ് വിച്ച് യൂഷ്വലി ഓർ ഓഫൺ ഹാവ് 4 ആഫ്റ്റർ ദം. നേരത്തെ പറഞ്ഞ 2 ആണ്. ഇപ്പൊ പറയേണ്ടത് എന്താണ്? 4 ആണ്. ഈ വാക്കുകൾ കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അതിന്റെ കൂടെ വരുന്നത് ഏതാണ്? 4 എന്ന് പറയുന്ന വേർഡാണ്. 4. അപ്പൊ വായിച്ചോളൂ നികിത. അഡ്മിറേഷൻ. ആരാധന കേട്ടോ. അഡ്മിറേഷൻ ആദരവ്, ആരാധന. ഓക്കെ. അഡ്മിറേഷൻ ഫോർ നമുക്ക് പറയാം. നികിത ഹാസ് അഡ്മിറേഷൻ ഫോർ മമ്മൂട്ടി. മമ്മൂട്ടിയോട് നികിതയ്ക്ക് ഒരു ആരാധനയുണ്ട്. അഡ്മിറേഷൻ 4 ആ പറയുന്നത്. അടുത്തത്
അപ്പിറ്റേറ്റ് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പ് വിശപ്പ് വിശപ്പ്. അപ്പൊ ആൾക്കാരൊക്കെ പറയില്ലേ ഒരു അപ്പിറ്റേറ്റ് ഒരു ഇത് കഴിക്കാന്നൊക്കെ പറഞ്ഞതിന്റെ കാരണം അതാണ് അപ്പിറ്റൈറ്റ്സ്. യെസ് അപ്പിറ്റൈറ്റ്. ആപ്റ്റിറ്റ്യൂഡ് ആപ്റ്റിറ്റ്യൂഡ് അത് പരീക്ഷയ്ക്ക് വരുമ്പോൾ ഒരു വരുന്ന ഒരു വാചകമുണ്ട്. ബാങ്കിന്റെ ഒക്കെ പരീക്ഷയ്ക്ക് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്. അതായത് ഒരേപോലത്തെ ഉള്ള ഒരു 5 അഡ്രസ് കൊടുക്കുമ്പോൾ ഒരെണ്ണം മിസ്റ്റേക്ക് ഉണ്ടാവും. ഏതാണ് മിസ്റ്റേക്ക് ഉള്ളത് കണ്ടുപിടിക്കാനൊക്കെ. അപ്പൊ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ വേർഡ് നമുക്ക് പറയാം സാമർഥ്യം. ആണ് സാമർഥ്യം. ആപ്റ്റിറ്റ്യൂഡ് സാമർഥ്യം. അടുത്തത് ആപ്റ്റിറ്റ്യൂഡ് ഫോർ സബ്സ്റ്റിറ്റ്യൂട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്കറിയാം. ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പകരക്കാരൻ. ഒരാൾക്ക് ഓക്കെ കറക്റ്റ്. ഒരാൾക്ക് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അയാളെ മാറ്റിയിട്ട് പകരം ഒരാൾ ഇറങ്ങും. അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പൊ നമുക്ക് പറയാം പകരക്കാരൻ. പകരമായിട്ട് പോകുന്ന ആളെയാണ് എപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാം. യെസ് 5 കളിക്കാരുണ്ടെങ്കിൽ 2 പേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കൊണ്ടുപോകും. എന്താണ് അഥവാ 2 പേർക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയാല് സബ്സ്റ്റിറ്റ്യൂട്ട് ഇറങ്ങും. ഓക്കെ പകരക്കാരൻ. അടുത്തത് ബിഡ് ഫോർ ബിഡ് ഫോർ. ബിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പല അർത്ഥമുണ്ട്. ഇവിടുത്തെ തൂക്കുന്നാണോ? ബിഡ് യാത്ര പറയാന്ന് അർത്ഥമുണ്ട്. ലേലം എന്നർത്ഥമുണ്ട്. ലേലം. യെസ്. അടുത്തത് ക്രാവിംഗ് ഫോർ ട്രാവിംഗ്. ട്രാവിംഗ് ഫോർ. ട്രാവിംഗ് എന്ന് പറഞ്ഞാൽ കൊതി, ആശ. ഓ വെരി ഗുഡ്. കൊതി അല്ലെങ്കിൽ ആശ. യെസ്. ആശ എന്ന് പറഞ്ഞാല് പേരല്ല, നമുക്ക് തോന്നുന്ന ഒരു ആഗ്രഹം. യെസ്. അടുത്തത് ക്രെഡിറ്റ് ഫോർ ക്രെഡിറ്റ് ഫോർ. ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കടം. കടം. യെസ്. വായ്പ, കടം. കറക്റ്റ് കറക്റ്റ്. ക്രെഡിറ്റ് ഫോർ. അടുത്തത് ക്യൂർ ഫോർ ക്യൂർ. ക്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സുഖപ്പെടുക. എന്താണ്? സുഖപ്പെടുക. ക്യൂർ. അപ്പൊ ക്യൂർ ഫോർ കറക്റ്റ് ആണ്. കറക്റ്റ് ആണ്. ഒന്നുകൂടി ഡിമാൻഡ് ഫോർ ഡിമാൻഡ് ഫോർ. ഡിമാൻഡ് സപ്ലൈ ഒക്കെ നമ്മള് ചിലപ്പോ ഇക്കണോമിക്സ് ഒക്കെ പഠിച്ച കൂട്ടത്തിൽ അവിടെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പഠിച്ചിട്ടുണ്ടാവും. ഡിമാൻഡ് ആവശ്യം. കേട്ടാ ഡിമാൻഡ് ആവശ്യം. അല്ലാത്ത വേറെ ഡിമാൻഡ് പറയും. ഓ രേവതിക്ക് ഭയങ്കര ഡിമാൻഡ് ആയി പോയി എന്ന് പറയില്ലേ? അത് ഭയങ്കര പത്രാസായി പോയി എന്നുള്ളതാണ്. ഇവിടെ അർത്ഥം നമുക്ക് ആവശ്യം. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. എനിക്ക് അഡ്മിറേഷൻ ഫോർ, അപ്പിറ്റൈറ്റ് ഫോർ, ആപ്റ്റിറ്റ്യൂഡ് ഫോർ, സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ, ബിഡ് ഫോർ, ട്രാവിംഗ് ഫോർ, ക്രെഡിറ്റ് ഫോർ, ക്യൂർ ഫോർ ആൻഡ് ഡിമാൻഡ് ഫോർ. ഓക്കെ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇനി ആരാണ് അടുത്തായിട്ട് അവിടെ ഉള്ളത് ബാലൻസ് നിൽക്കുന്നത്? അനു ഈ അനു എന്നോ? വന്നു. യെസ് അനു രണ്ടാമത്തെ വായിച്ചു. ഡിസൈർ ഫോർ ഡിസൈർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസൈർ എന്ന് പറഞ്ഞൊരു വണ്ടിയില്ല അല്ലെ? കാറില്ലേ? ഡിസൈർ. യെസ്. സ്വിഫ്റ്റ് ഡിസൈർ. യെസ്. ഇപ്പൊ ഡിസൈർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹം എന്നാണ്. ഡിസൈർ ആഗ്രഹം. അടുത്തത് ഡിസ്ലൈക്ക് നമുക്ക് പറയാം ഐ ഹാവ് ഡിസൈർ ഫോർ എ കേക്ക്. ഉണ്ടോ? എനിക്കൊരു കേക്കിനോട് ആഗ്രഹം വേണമെന്ന്. ഐ ഹാവ് ഡിസൈർ ഫോർ എ ഗ്ലാസ് ഓഫ് വാട്ടർ. നമുക്ക് ഡിസൈർ കഴിഞ്ഞാൽ ഫോർ ഉണ്ടാവും. അടുത്തത് ഡിസ്ലൈക്ക് ഫോർ ഡിസ്ലൈക്ക് ഫോർ. ലൈക്ക് ഇഷ്ടപ്പെടുക. അപ്പൊ ഡിസ്ലൈക്ക് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇഷ്ടപ്പെടാതിരിക്കുക, ഇഷ്ടം തോന്നാതിരിക്കുക. ഡിസ്ലൈക്ക് ഫോർ. അടുത്തത് ഹങ്കർ ഫോർ ഹങ്കർ ഫോർ. ഹങ്കർ എന്ന് പറയുന്നത് എന്താണ്? വിശപ്പ്. കറക്റ്റ് കറക്റ്റ്. ഹങ്കർ ഫോർ വിശപ്പ്. യെസ്. ലവ് ഫോർ ലവ് ഫോർ. ഷീ ഹാസ് ലവ് ഫോർ ഹെർ ലവർ, ഫോർ ഹെർ ബോയ് ഫ്രണ്ട്. അപ്പൊ ലവ് കഴിഞ്ഞാൽ ഫോർ വരുള്ളൂ. ലവ് സ്നേഹം, ഇഷ്ടം. അടുത്തത് നീഡ് ഫോർ നീഡ് ഫോർ. എന്താ നീഡ് എന്ന് പറഞ്ഞാല്? ആവശ്യം. ആവശ്യം. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. കറക്റ്റ് ആണ്. നീഡ് ഫോർ ആവശ്യം. കറക്റ്റ് കറക്റ്റ്. പ്രൊവിഷൻ ഫോർ
പ്രൊവിഷൻ ഫോർ. പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഈ പലചരക്ക് സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയില് ആ കടനെ നമ്മൾ പറയുന്ന പേര് പ്രൊഫഷണൽ സ്റ്റോർ എന്നാണ്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് എടുക്കാം. അപ്പൊ ആഹാര വസ്തുക്കളെയാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഫുഡൊക്കെ റെഡി ആണെങ്കിൽ നമുക്ക് പ്രൊവിഷൻ എന്ന് പറയാം. ആഹാര വസ്തുക്കളെയാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. യെസ്. Quest for. Quest for. ക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അന്വേഷണം, തൃഷ്ണ. യെസ്, അന്വേഷണം അതിനെയാണ് ക്വസ്റ്റ്. ക്വസ്റ്റ് ഫോർ ഫയർ. തീക്ക് വേണ്ടിയിട്ട് മനുഷ്യൻ അന്വേഷിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. യെസ്. അടുത്തത് Recipe for. റെസിപ്പി. അത് നമ്മൾ എപ്പോഴെങ്കിലും പാചകവാതക പരിപാടി കേൾക്കുമ്പോൾ നമ്മൾക്ക് അറിയുന്നതാണ് റെസിപ്പി. പാചക ചാർട്ട് നമ്മൾ പറയാറില്ലേ? അതിന്റെ റെസിപ്പി എന്താണെന്ന് ചോദിക്കില്ലേ? എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ പാചക ചാർട്ട്. അടുത്തത് Regard for. റിഗാർഡ് ഫോർ. റിഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരിഗണിക്കുക, കൺസിഡർ എന്നതിന്റെ അർത്ഥം. അപ്പൊ പരിഗണിക്കുക എന്നുള്ളതിന്റെ വേറൊരു വേർഡാണ് റിഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ അവിടെ ബാലൻസ് ഉള്ള ആരും വായിക്കാത്ത ആരെങ്കിലും ഒരാളോ? സാർ ഞാനുണ്ട്. യെസ്. നേരത്തെ അച്ഛനെ വിളിച്ചായിരുന്നല്ലോ. കോഴികളുടെ ശബ്ദമായോണ്ട് കേൾക്കത്തില്ല. യെസ് യെസ്. ശരിയാണ് ശരി ശരി ശരിയാണ്. അപ്പൊ റെമഡി ഒന്ന് വായിച്ചോളൂ താഴേക്ക്. റെമഡി ഫോർ. റെമഡി ഫോർ. റെമഡി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? പരിഹാരം. പരിഹാരം. യെസ്, കറക്റ്റ്. പരിഹാരം, റെമഡി. യെസ്. അടുത്ത വായിച്ചോ. റെസ്പെക്ട്. റെസ്പെക്ട് ഫോർ. എന്താ റെസ്പെക്ട് എന്ന് പറഞ്ഞാല്? ബഹുമാനം. ബഹുമാനം. അതിന്റെ നമ്മൾ സാധാരണ പറയുന്ന വാചകം കൊണ്ട് ഗീവ് ദ റെസ്പെക്ട് ആൻഡ് റിസീവ് ദ റെസ്പെക്ട്. നമ്മൾ അങ്ങോട്ട് ബഹുമാനം കൊടുക്കുമ്പോഴേ നമുക്ക് ഇങ്ങോട്ട് ബഹുമാനം കിട്ടും, അല്ലെങ്കിൽ കിട്ടില്ല. യെസ്. അടുത്തത് റെസ്പോൺസിബിലിറ്റി ഫോർ. റെസ്പോൺസിബിലിറ്റി ഫോർ. ദ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം. യെസ്, കറക്റ്റ്, വെരി ഗുഡ്. ഉത്തരവാദിത്വം. റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം. അധികാരം കൂടുന്തോറും ഉത്തരവാദിത്വവും കൂടി വരും. യെസ്, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം. അടുത്തത് റൂം ഫോർ. അറിയാവുന്നതായിട്ടുണ്ട്. റൂം ഫോർ. റൂം ഫോർ മൈ ഫാമിലി, റൂം ഫോർ മൈ വൈഫ്, റൂം ഫോർ മൈ ഹസ്ബൻഡ്, റൂം ഫോർ മൈ ചിൽഡ്രൻ, അങ്ങനെയാണ് പറയുന്നത്. യെസ്. സെർച്ച് ഫോർ. എന്താ സെർച്ച് എന്ന് പറഞ്ഞാല്? നമ്മള് ഒരു വാക്ക് കിട്ടിയില്ലെങ്കിൽ അത് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുക. യെസ്. അന്വേഷിക്കുക. അന്വേഷിക്കുക. വെരി ഗുഡ്. ചില വാക്കുകളുടെ മലയാളം കണ്ടുപിടിക്കാൻ വലിയ പാടാണ്. യെസ്. രേവതി ജയൻ, പല്ല് തേക്കുന്ന ബ്രഷിന് എന്ത് പറയും മലയാളത്തില്? അറിയില്ല. അല്ലേ? പല്ല് തേക്കുന്ന ബ്രഷിന് ടൂത്ത് ബ്രഷ്. ടൂത്ത് ബ്രഷ്. അപ്പോഴും അവിടെ ബ്രഷ് ആയില്ലേ? ഇംഗ്ലീഷ് വരാൻ പാടില്ല, മലയാളം മാത്രമേ വരാൻ പാടുള്ളൂ. യെസ്. നമുക്ക് ഇത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം, റൂം ഫോർ, സെർച്ച് ഫോർ വരെ പോയി. ഇനി അടുത്ത് പറയാം. സിമ്പതി ഫോർ. സിമ്പതി എന്ന് പറഞ്ഞാൽ എന്താണ്? അനുകമ്പ. യെസ്, അനുകമ്പ. യെസ്, കറക്റ്റ് ആണ്. സിമ്പതി, അനുകമ്പ. അടുത്തത് സൈനോനിയം. നിം എന്ന് വെച്ച് കഴിഞ്ഞാല് പര്യായം. 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 യെസ്, പര്യായം. ടേസ്റ്റ്. ടേസ്റ്റ്. ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രുചി. രുചി. കറക്റ്റ് ആൻസർ. രുചി, ടേസ്റ്റ്. അടുത്തതാണ് ടേസ്റ്റ്. ടേസ്റ്റ്. THERST. ദാഹം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ റെമഡി ഫോർ, റെസ്പെക്ട് ഫോർ, റെസ്പോൺസിബിലിറ്റി ഫോർ, റൂം ഫോർ, സെർച്ച് ഫോർ, സിമ്പതി ഫോർ, സിനോണിം ഫോർ, ടേസ്റ്റ് ഫോർ ആൻഡ് ടേസ്റ്റ് ഫോർ. ഓക്കെ ഓക്കെ. ഇനി വേറെ എവിടെ ആരാ ഉള്ളത്?
പറഞ്ഞോളൂ. പേരെന്താണ്? ഷൈബ. Yes. Here is a list of nouns which usually or often have all after them. ഈ പറയാൻ പോകുന്ന വേർഡുകൾ കഴിഞ്ഞാൽ അതിന്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? ഓയൽ, ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ. യെസ്, വായിച്ചോളൂ. അസൾട്ട്. അസൾട്ട്. അസൾട്ട് എന്ന് പറയുന്നതാണ് അറ്റാക്ക്. അറ്റാക്ക്, ആക്രമണം. ആക്രമിക്കുക. അറ്റാക്ക് ഓൺ. അറ്റാക്ക് ഓൺ സ്കൂളെ ആക്രമിക്കുക. യെസ്. ടു മൊബിലൈസ് ഫോഴ്സ്, അതായത് ശക്തികളൊക്കെ ഒരുമിച്ച് കൂട്ടുക. ഓക്കെ. അടുത്ത് വായിച്ചോളൂ. അറ്റാക്ക് ഓൺ. അറ്റാക്ക് എന്ന് പറഞ്ഞാലും അസാൾട്ട് എന്ന് പറഞ്ഞാലും ഏതാണ്ട് ഒരേ അർത്ഥം തന്നെയാണ്. യെസ്. അടുത്തത് ബാൻ ഓൺ. ബാനോ. എന്താ ബാൻ ചെയ്യാന്ന് പറഞ്ഞാല്? നിരോധനം. കറക്റ്റ്. വെരി ഗുഡ്. നിരോധിക്കുക. യെസ്. ക്ലെയിം ഓൺ. ക്ലെയിം ഓൺ. ക്ലെയിം എന്ന് പറഞ്ഞാല് അവകാശം. അവകാശവാദം. കറക്റ്റ് ആൻസർ. നമ്മൾ സ്കൂളിൽ എവിടെയെങ്കിലും കയറാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിലവിലുള്ള ടീച്ചറിനെ കൊണ്ട് 2 മാസം ലീവ് എടുപ്പിച്ചിട്ട് നമ്മൾ കയറും. അപ്പൊ നമുക്ക് എന്തായി? ഒരു ക്ലെയിം ആയി അല്ലേ? അങ്ങനെ നമ്മൾ ക്ലെയിം ചെയ്യാറുണ്ട്. ആ ക്ലെയിമിനെയാണ് എന്ത് പറയുന്നത്? ക്ലെയിം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് കമന്റ് ഓൺ. കമന്റോ. കമന്റ് എന്ന് പറഞ്ഞാല് അഭിപ്രായം. യെസ്. കമന്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ അഭിപ്രായം പറയാവുന്നതാണ്. യെസ്. കമന്റ് ഓൺ. കമന്റ് ഓൺ ദ ഫിലിം, സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം പറയുക. കമന്റ് ഓൺ ദ ഡ്രാമയെ കുറിച്ചുള്ള അഭിപ്രായം പറയുക. കമന്റ് ഓൺ ദ ന്യൂ ടീച്ചർ, പുതിയ ടീച്ചറിനെ കുറിച്ചുള്ള അഭിപ്രായം പറയുക. കമന്റ് ഓൺ ദ ന്യൂ പ്രോഡക്റ്റ്, പുതിയ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായം പറയുക. യെസ്. ഓക്കെ. വെരി ഗുഡ്. ഇനി അവിടെ ആരുടെ ബാലൻസ് നിൽക്കുന്നത്? യെസ്. നമ്മുടെ പ്രസന്റേഷൻ നിൽക്കുന്നതിന്റെ പേരിൽ കുറച്ച് സ്ഥലം ഒന്ന് പോയി. അങ്ങനെ ഞാൻ കറക്റ്റ് ആയിട്ട് വിളിച്ചത്. ആരാണ്? ഞാനും ഇല്ല എങ്കിൽ രേവതി ജയനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. രേവതി ജയൻ ഇപ്പൊ ഫ്രീ ആണ്. പറഞ്ഞോളൂ. കോൺസെൻട്രേഷൻ ഓൺ. പ്രിയജോ, അതൊരു കാര്യം ചെയ്യാൻ അടുത്തേല് പറയാം കേട്ടോ. പ്രിയജോ പേടിക്കണ്ട. യെസ്. കണ്ടിന്യൂ. കോൺസെൻട്രേഷൻ ഓൺ. കോൺസെൻട്രേഷൻ. കോൺസെൻട്രേറ്റ് ചെയ്യുക, ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ശ്രദ്ധ കൊടുക്കുക. ഇതാണ് കോൺസെൻട്രേഷൻ. അടുത്തത് കർബോൺ. കർബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിയന്ത്രണം. നിയന്ത്രണം. ഓക്കെ, കറക്റ്റ്. ഡിപ്പെൻഡൻസ് ഓൺ. ഡിപ്പെൻഡൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്രയിക്കുക. അപ്പൊ ഡിപ്പെൻഡൻസിന്റെ നൗണാണ് ആശ്രയത്വം. ഡിപ്പെൻഡൻസ്. അടുത്തത് എഫക്ട് ഓൺ. എന്താ നമ്മൾ പറയുന്നത്? അത് കഴിച്ചിട്ട് നല്ല ഇഫക്റ്റ് കഴിച്ചിട്ട് പറയാല്ലേ? എന്താണ്? എന്റെ മലയാളം അറിയില്ല. അനന്തരഫലം അല്ലേ? അത് കഴിച്ചിട്ട് നല്ല ഇഫക്റ്റ് അത് പറയാറില്ലേ? അത് ആ മരുന്ന് കഴിച്ചപ്പോഴത്തെ രോഗം മാറി നല്ല ഇഫക്റ്റ് ആണ്. ഇഫക്റ്റ്, അനന്തരഫലം. യെസ്. അടുത്തത് ഹോൾഡ് ഓൺ. നടത്തുക, പിടിക്കുക, പലർത്തുകയാണ്. യെസ്. ഹോൾഡ് ഓൺ, നടത്തുക. ഇൻസിസ്റ്റൻസ് ഓൺ. ഓക്കെ. കിട്ടുന്നത്. അപ്പൊ കോൺസെൻട്രേഷൻ ഓൺ, കർബ് ഓൺ, ഡിപ്പെൻഡൻസ് ഓൺ, ഇഫക്റ്റ് ഓൺ, ഹോൾഡ് ഓൺ. ഓക്കെ. ഇനി പ്രിയ ജോയി പറഞ്ഞോളൂ. ഇൻസിസ്റ്റൻസ്. ഓൺ കൂടി ചേർത്ത ഇൻസിസ്റ്റൻസ് ഓൺ. നിർബന്ധിക്കുക. റിഫ്ലക്ഷൻ ഓൺ. എന്ന് പറയാറില്ലേ? റിലയൻസ് ഓൺ. വിശ്വാസം. റെസ്ട്രിക്ഷൻ ഓൺ.
എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിയന്ത്രണം. നിയന്ത്രണം. അടുത്ത് Tax on. നികുതി. ആ, നികുതി. നികുതി. correct ആണ്. നികുതി. Okay, പ്രിയ. ഇതിനിപ്പോ yes. About Josme, പറയൂ. Here is a list of nouns which usually or often have with after them. ഇനി പറയുന്ന കൂടെ with ആണ് പറയുന്നത്. എന്താ പറയേണ്ടത്? with. Affinity with. Yes, affinity with. Affinity എന്ന് പറയുന്നത് എന്താണ്? യോജിപ്പ്. Affinity, യോജിപ്പ്. Affinity with. Collision with. Collision എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂട്ടിമുട്ടൽ, സംഘട്ടനം, കൂട്ടിയിടിക്കുക, സംഘട്ടനം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോ കൂട്ടിയിടിക്കൽ, സംഘട്ടനം, അതിന്റെ കൂടെ വരുന്നത് വിത്താണ്. അടുത്തത് Connection with. യെസ്, കണക്ഷൻ. അപ്പൊ നമുക്ക് പറയാം ഷീ ഹാസ് എ കണക്ഷൻ വിത്ത് ദാറ്റ് മാൻ. അവൾക്ക് മറ്റേ അവനുമായിട്ടൊരു ബന്ധമുണ്ട്. കണക്ഷൻ വിത്ത്. യെസ്, കണക്ഷൻ എന്ന് പറഞ്ഞാല് ബന്ധം. യെസ്. Contrast with. കോൺട്രാസ്റ്റ് വിത്ത്. എന്താ കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് എന്നാണ്, എതിരെ കേട്ടോ. നേരെ വിപരീതം. കോൺട്രാസ്റ്റ്, നേരെ വിപരീതം, നേർ വിപരീതം. യെസ്, കോൺട്രാസ്റ്റ് വിത്ത്. Correspondence with. യെസ്, അടുത്തതാണ് കറസ്പോണ്ടൻസ് വിത്ത്. കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും കത്തുകൾ എഴുതുന്നതിനെയാണ് നമ്മൾ കറസ്പോണ്ടൻസ് എന്ന് പറയാം. അപ്പൊ കറസ്പോണ്ടൻസ്, കത്തിടപാടുകൾ വിത്ത്. That is called. Sir, date with. Yes, date with. Okay. Date. Yes. അപ്പൊ അവിടെ നിൽക്കട്ടെ. അഫിനിറ്റി, കൊലീഷൻ, കണക്ഷൻ, കോൺട്രാസ്റ്റ്, കറസ്പോണ്ടൻസ്, ഡേറ്റ് വിത്ത്. ഓക്കെ. താരാഗിരി. Yes, sir. യെസ്, വായിക്കുള്ളത്. Dealings with. ഡീലിങ്സ് വിത്ത്. ഡീൽ ചെയ്യാന്ന് പറയുന്നത് കൈകാര്യം ചെയ്യുക. Yes. Dissatisfaction. സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിസാറ്റിസ്ഫാക്ഷൻ. സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തി. അപ്പൊ ഡിസാറ്റിസ്ഫാക്ഷനോ അസംതൃപ്തി. Encounter with. എൻകൗണ്ടർ വിത്ത്. എൻകൗണ്ടർ എന്ന് പറഞ്ഞാല് കൂട്ടിയിടിക്കുക, സംഘട്ടനം എന്നാണ്. പോലീസും തീവ്രവാദികളും തമ്മിലുള്ള എൻകൗണ്ടർ. എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ വീടാൻ വരിക, കൂട്ടിമുട്ടുക അല്ലെങ്കിൽ സംഘട്ടനം. Familiarity with. യെസ്, ഫെമിലാരിറ്റി. ഫെമിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പരിചയം, അടുപ്പം, ഇതാണ് ഫെമിലാരിറ്റി. Identification with. ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ തിരിച്ചറിയൽ. അടുത്തത് Intimacy with. ഇന്റിമസി വിത്ത്. ഇന്റിമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടുപ്പം, ഇഷ്ടം. ഓക്കെ. അപ്പൊ ഡീലിങ്സ് വിത്ത്, ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത്, എൻകൗണ്ടർ വിത്ത്, ഫെമിലിയാരിറ്റി വിത്ത്, ഐഡന്റിഫിക്കേഷൻ വിത്ത്. യെസ്, ഐശ്വര്യ അടുത്ത വായിക്കും. Involvement. യെസ്, നമ്മൾ പറയില്ല അവൻ അതിനകത്ത് ഫുള്ള് ഇൻവോൾവ് ആയി നിൽക്കുന്നു, ഉൾക്കൊള്ളുക. യെസ്, കേട്ടാ, അതാണ് ഇൻവോൾവ്മെന്റ് വിത്ത്. Link with. ലിങ്ക് എന്ന് പറഞ്ഞ വന്നിട്ട് ആ വാക്കിയാണ് കണക്ഷൻ എന്ന് പറഞ്ഞില്ലേ? ലിങ്ക്, കണക്ഷൻ, ബന്ധം, കണക്ഷൻ, ലിങ്ക് വിത്ത്. അടുത്തത്
കോറൽ എന്നുവെച്ചാ വഴക്കിടുക. ആ, അത് വളരെ നല്ല കാര്യമുള്ളത്. കോറൽ വിത്ത്, യെസ്. റിലേഷൻഷിപ്പ്, ബന്ധം. ബന്ധം, കറക്റ്റ് ആണ്. സിമ്പതി വിത്ത്, സിമ്പതി വിത്ത്, എന്നോടെങ്കിലും ഒരു എന്താ സഹതാപം, സഹതാപം. യെസ്, സഹതാപം, സിമ്പതി, യെസ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇത്രയും വാക്കുകൾ ജസ്റ്റ് ഡൗട്ട് ചോദിച്ചോട്ടെ? ഈ സിമ്പതി വിത്തും സിമ്പതി ഫോറിന്റെ കൂടെ വെച്ചില്ലേ? യെസ്, ഞാനത് പറഞ്ഞപ്പോ ഇത് എന്താരും ചോദിക്കാത്തതെന്ന് വിചാരിച്ചു ഇങ്ങനെ നിൽക്കുകയാണ്. യെസ്, ഓക്കെ, കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ രേവതി ജയനെ അഭിനന്ദിക്കുകയാണ്. കാരണം അത് ഓർത്ത് ചോദിച്ചില്ലേ. യെസ്, സിമ്പിളിന് കൂടെ ഫോറും വരും, വിത്തും വരും. വിത്ത് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഒപ്പീനിയൻ. ഞാനിപ്പോ ഒരു വളരെ സങ്കടകരമായ ഒരു കാര്യം പറയുന്നു. അത് കേട്ട് കഴിയുമ്പോ രേവതിക്കൊരു സങ്കടം തോന്നുകയാണ്. ഇയാളെ കണ്ടിട്ടില്ല, അപ്പൊ സിമ്പതി വിത്താണ്. നേരെ മറിച്ച് കയ്യും കാലും ഇല്ലാത്ത ഒരാൾ നടന്നു പോകുന്നത് രേവതി കാണുകയാണ്, കഷ്ടപ്പെട്ട്. അപ്പൊ രേവതി നേരിട്ട് വിഷ്വലൈസ് ചെയ്യുന്നു. അപ്പൊ അവിടെ പറ്റത. യെസ്, ഓക്കെ, അതാണ് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, മനസ്സിൽ തോന്നുന്നത് മറ്റൊന്ന് നേരിട്ട് കാണുമ്പോൾ തോന്നുന്നു. അപ്പൊ ഓക്കെ, രേവതിയെ പ്രത്യേകം ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. യെസ്, എന്താ വേറെ ആരും ചോദിക്കാണ്ടിരുന്നേ? ഞങ്ങള് കണ്ടു, രേവതി ചോദിക്കൂല എന്ന് വിചാരിച്ചിട്ട് ചോദിക്കേണ്ടതായിക്കോല്ലേ. രേവതി ഏതായാലും ചോദിക്കുമെന്ന് അറിയാം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ടൂത്ത് ബ്രഷിന്റെ മലയാളം പറയട്ടെ? ടൂത്ത് ബ്രഷിന്റെ മലയാളം. ഓ, ഇത്രനേരം അത് ആലോചിച്ചിട്ടിരിക്കുന്നത്. വെരി ഗുഡ്, പറഞ്ഞോളൂ. ദന്ത ശുചീകരണ ഉപകരണം. ദന്ത ശുചീകരണ ഉപകരണം എന്ന് പറയുന്നത് ഏറ്റവും സംബന്ധിച്ചോ? മറ്റുള്ളവർക്ക് സംബന്ധിച്ചോ? അറിയില്ല. അല്ല, ഞാനിപ്പോ അവരോട് ചോദിക്കാണ്. ദന്ത ശുചീകരണ ഉപകരണം, സ്വിച്ചിന്റെ മലയാളം എന്താണ്? സ്വിച്ചിന്റെ യെസ്, വൈദ്യുത ഗമനാഗമന നിയന്ത്രണം. യെസ്, ശനി റോജി. ശനിയോട് ഞാനിപ്പോ വെറുതെ എന്തെങ്കിലും വർത്താനം പറയും. പക്ഷെ ഒരു കാരണവശാലും അതിൻ്റെ അകത്തൊരു ഇംഗ്ലീഷ് വാക്ക് വരുന്നത് കേട്ടോ. ഇംഗ്ലീഷ് വരുന്നുണ്ടാന്നുള്ള കാര്യം ബാക്കിയുള്ളവരെ ഏൽപ്പിച്ചേക്കാണ്. ആ, ശനി റോജി എവിടെ വരെ പഠിച്ചു? ഞാൻ 12ാം വർഷം വരെ. ഏത് സ്കൂളിലാ പഠിച്ചേ? ഞാൻ വിശുദ്ധ അന്തോണിയുടെ നാമമുള്ള ഒരു വിദ്യാലയത്തിൽ, പുതുക്കാട് എന്ന് പറയും. യെസ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരായിരുന്നു? ആനി, അധ്യാപികയുടെ പേര് ആനി. എച്ച് ആരായിരുന്നു? അത് സെലീന. കുറെ നേരം പിടിക്കട്ടില്ല, പറ്റ എന്നാലാണ് സംഗതി വരുള്ളൂ. യെസ്. ഞായറാഴ്ച പള്ളി പോവാറുണ്ടോ? പോകാറുണ്ട്. ഏത് പള്ളിയിലാണ് പോണേ? വിശുദ്ധ ചെറുപുഷ്പ ദേവാലയം, ആനന്ദപുരം. യെസ്. എന്തൊക്കെയാണ് പ്രാർത്ഥിക്കാറ്? എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. യെസ്. അതെ, വേറെ ആർക്കെങ്കിലും ചോദിക്കേണ്ട ചോദ്യോ? ഞാൻ തന്നെ ചോദിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പൊ ചോദ്യമൊക്കെ അങ്ങനെ ഇടാം. യെസ്. അപ്പൊ ഇത്രയും നേരം പറഞ്ഞിട്ടും ശനി പിടുത്തം തന്നിട്ടില്ല. ഞങ്ങള് ചെറുപ്പത്തിൽ ഇങ്ങനെ കളിക്കാറുണ്ട്, അതാണ് എങ്ങനെ കറക്റ്റ്. അല്ലെങ്കിലേ ആ സ്കൂളൊക്കെ ചോദിച്ചപ്പോ അവിടെ വീഴുന്നതായിരുന്നു. യെസ്, എപ്പോഴും അങ്ങനെ ചോദിക്കാറുണ്ട്, അത് കാരണം. പിടിച്ചിട്ട് എന്ത് ജോലിയാണ് ചെയ്യണമെന്നാണ് ആഗ്രഹം? ഏറ്റവും ഇഷ്ടപ്പെട്ട
അധ്യാപക ജോലി. അധ്യാപക ജോലി. ബാങ്കിലെ ജോലി ഇഷ്ടമല്ലേ? അതിന് ഒരുപാട് കണക്കറിയണ്ടേ? ഏതിന്? അതിന് പണമിടപാടുകൾ നടക്കുന്ന ആ സ്ഥലത്തിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ഒരുപാട് ഇടപാടുകളെ കുറിച്ച് അറിയണം. അതുകൊണ്ട് താല്പര്യമില്ല. ശരി, നമ്മൾ വിചാരിച്ച പോലെയല്ല. ഇനി ഇവിടെ 1ാം റൗണ്ടിൽ വിജയിച്ച് നിന്നോളൂ. ജോസ്മി യെസ് സർ. റെഡിയല്ലേ? നോക്കാം. രാവിലെ എന്താ കഴിച്ചത്? പ്രഭാതത്തിൽ ഞാൻ ചോറ് കഴിച്ചു. മാഷ് എന്താണ് കഴിച്ചത് രാവിലെ? എന്തെങ്കിലും പറഞ്ഞാൽ പെടും. അതിനൊന്നും വേറെ ഒന്നും കഴിച്ചില്ല, ചോറ് മാത്രം കഴിച്ചു. യെസ്, ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്ട് ജോസ്മിയുടെ? എനിക്ക് ഇഷ്ടപ്പെട്ട വിഭവം അവിയല്. അവിയല്. ഈ നോൺ വെജ് ആയിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാണ്? മാംസാഹാരത്തില് എനിക്ക് ഇഷ്ടം കോഴിക്കറി ഇഷ്ടമാണ്. യെസ്. ബീഫ് ഇഷ്ടമല്ല? ഇഷ്ടമാണ്. യെസ്. ഏറ്റവും ഒടുവിൽ ബീഫ് മേടിച്ചത് എന്താണ്? ശനിയാഴ്ച. സാറ്റർഡേ പറഞ്ഞൂടെ? യെസ്. ഓക്കെ. ശരി, ഒരു ചോദ്യം ചോദിക്കുകയോ ജോസ്മിനോട്. പതിവായിട്ട് ഏത് വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത്? കേട്ടില്ല. കാറിലാണോ, ബസ്സിലാണോ, സ്കൂളിലാണോ? അല്ല, സ്കൂട്ടറിലാണോ? ഞാൻ തനിച്ചാണ് യാത്ര ചെയ്യുന്നെങ്കിൽ സൈക്കിളിൽ പോകും അല്ലേ? വാഹനത്തിലാണ് പോകുന്നത്. എല്ലാവരും പൊതുവെ പോകുന്ന വാഹനത്തിലാണ് പോകുന്നത്. ഏതിലാ പോവാറ്? കാറിലല്ലെങ്കിൽ ബസ്സിലല്ല പോവാറ്? കാൽനട. മാഷ് ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ അത് എന്താ പറയാ, ഇംഗ്ലീഷ് ആയില്ലേ? അപ്പൊ ഇംഗ്ലീഷ് പറയിപ്പിക്കാന്നുള്ളതല്ല ഇവിടെയൊക്കെ ഞങ്ങളുടെയൊക്കെ ലക്ഷ്യം. അതിന്റെ മലയാളം എനിക്ക് അറിയില്ല. യെസ്. ഓക്കെ. അപ്പൊ അത് ഇട്ടുപിടിച്ചോളാം. യെസ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ടിവിയിലെ ഷോ ഏതാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ടത് സംഗീതം കേൾക്കാൻ ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട മ്യൂസിക് കമ്പോസർ ആരാണ്? മാഷെ അങ്ങനെയല്ല, എല്ലാവരും പാടുന്ന സംഗീതം ഞാൻ കേൾക്കും. കേട്ടിരിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഭാവിയിൽ ആരാവണമെന്നാണ് ജോസ്മിയുടെ ആഗ്രഹം? എനിക്ക് ഒരു നല്ല അധ്യാപികയാകണം എന്നാണ് ആഗ്രഹം. അല്ലേ? ജോസ്മിക്ക് ഈ ദൈവവിശ്വാസം, ഡു യു ബിലീവ് ഇൻ ഗോഡ്? ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. Yes or no? വിശ്വസിക്കുന്നു. Yes. ശരി, you can ask. അപ്പോ 1ാം റൗണ്ടിൽ വിജയിച്ച് 2 പേരുണ്ട് കേട്ടോ. രേവതി ജയനെ പിടിക്കാം നമുക്ക്. രേവതി ജയൻ അവിടെ ഭയങ്കര ഉഷാറായിട്ട് നിൽക്കുക. യെസ്. അപ്പൊ ആർക്കൊന്നും ചോദിക്കട്ടെ. രേവതി ജയൻ ഇന്ന് എത്ര മണിക്കാണ് തുറന്നത്? 7 മണി. 7 മണി. യെസ്. 2 ചോദ്യം ചോദിച്ചു. ശരി. രേവതി ഏത് ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്? വാടകക്കടയിൽ. എന്ത് വാടകക്കടയാ? അമ്പോ, ഇങ്ങനെ ചോദിച്ചാ വൈദ്യുതി ഉപകരണങ്ങളുടെ. വൈദ്യുതി ഉപകരണോ?
കടയുടെ പേര്, ഷോപ്പിന്റെ പേരെന്താ? അയ്യോടാ, വാടകക്കടാന്നേ ഉള്ളു. കടയ്ക്ക് പേരില്ല? വാടകക്കട. വാടകട എന്നാണ് പേര്. അങ്ങനെ പറഞ്ഞാലാണോ അറിയാ അവിടെ? എന്തൊക്കെ ഐറ്റംസ് ആണ് വാടകയ്ക്ക് കൊടുക്കുന്നത് അവിടെ? വൈദ്യുതോപകരണങ്ങൾ. അതിനകത്ത് എന്തൊക്കെ പെടും? മലപ്പുറവാ ഇംഗ്ലീഷ്. മോട്ടർ എന്താ? ഉണ്ട്. എന്താ ഉള്ളെ? സാറ് പറഞ്ഞു പോയി. യെസ്, മോട്ടർ ഉണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട്? എല്ലാം ഇംഗ്ലീഷിലേ വരുള്ളൂ, മലയാളത്തിൽ അറിയത്തില്ല അത്. യെസ്, എല്ലാം ഇംഗ്ലീഷിലേ വരുള്ളൂ എന്ന് പറഞ്ഞില്ലേ? ആ ഇംഗ്ലീഷ് എന്നുള്ള വേർഡ് ഇംഗ്ലീഷാ. ആംഗലേയം എന്നാണ് അതിന്റെ ഇംഗ്ലീഷ്, മലയാളം. യെസ് അല്ലേ? ശരിയല്ലേ? ശരി. യെസ് ഞാൻ തോറ്റു. യെസ്, ഓക്കെ 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 ഓക്കെ. പിന്നെ നമുക്ക് അച്ചുവിനോട് ചോദിക്കാം. അച്ചു, ഇവിടെ ഇരിക്കുന്ന എല്ലാ സാധനത്തിന്റെയും പേര് ഇംഗ്ലീഷിലേ Yes, പറയാൻ sir. പറ്റുള്ളൂ. അപ്പൊ പിന്നെ പോകും. ഓക്കെ ഓക്കെ. അച്ചു, Yes, sir. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. സുഖം. എവിടെയാണ് നാട്? ഇടുക്കി. ഇടുക്കി. അപ്പൊ ഏത് വില്ലേജ് ആയിട്ട് വരും ഇത്? കാഞ്ചിയ. ഏ? കാഞ്ചിയ. പാഞ്ചിയ. പഞ്ചായത്തോ? പഞ്ചായത്ത് കാഞ്ചിയ. യെസ്. പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേതാണ്? ഇംഗ്ലീഷ് അല്ലേ? തദ്ദേശ സ്വയംഭരണം എന്നല്ലേ മലയാളം? അല്ലേ? ശരി. അതെ അതെന്ന് തോന്നുന്നുണ്ട് സാറേ. യെസ്, പഞ്ചായത്ത് ഒരു വേർഡ് ഇംഗ്ലീഷാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ്. വകുപ്പ്, അതാണ് അതിന്റെ മലയാളം. അപ്പൊ കുഴപ്പമില്ല, അവിടെ നിൽക്കട്ടെ. താര, പറഞ്ഞോ സാർ. യെസ്, എന്തൊക്കെയുണ്ട് താര വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ് ഏതാണ്? പാവാടയും ഉടുപ്പും. എത്ര വിദഗ്ധമായ യെസ്. അതീതിന്റെ ആദ്യത്തേത് ഔട്ട് ആവുമെന്ന് ചോദിച്ചത്. യെസ്. ഇഷ്ടപ്പെട്ട ഫുഡോ? ചോറും സദ്യ. ചോറായിട്ട് സദ്യ. യെസ്. ഉത്സവത്തിനൊക്കെ പോകാറുണ്ടോ? പോകാറുണ്ട്. അവിടുന്ന് എന്തൊക്കെയാണ് വാങ്ങിക്കാറ്? പ്രത്യേകിച്ച് എനിക്കൊന്നും മേടിക്കത്തില്ല. മാല മേടിക്കും, കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ മേടിക്കും, അത്രേ ഉള്ളൂ. പിന്നെ മധുരപലഹാരങ്ങൾ മേടിക്കും. സ്വീറ്റ്സ് മേടിക്കും അല്ലേ? അതെ, മധുരപലഹാരങ്ങൾ. സ്വീറ്റ്സിനോട് താരക്ക് ഭയങ്കര താല്പര്യമാണോ? ഇല്ല, ഒട്ടും താല്പര്യമില്ല. മധുരത്തിനോട് താല്പര്യമില്ല. ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല? ഇല്ല. ഒട്ടും ഇല്ല. ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ഇതാണ് എങ്ങനെ? ആഹാരമാണോ? ആഹാരം. ഇല്ല, മധുരം ഇല്ലാത്ത ആഹാരങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ളതിനോട്. അതിനോടാണ് ഇൻട്രസ്റ്റ്? അതെ, അതിനോടാ താല്പര്യം. ഓ, കറക്റ്റായിട്ട് കണ്ണിങ്ങാനും പിടിക്കുന്നത്. ജോസ്മി, ചോദ്യം ചോദിക്കും താരയോട്. ചോദിച്ചു. ഇന്നത്തെ ഒരു ഫുൾ ഡേ മലയാളത്തിൽ പറയാമോ? ഇംഗ്ലീഷ് വേണ്ട, മലയാളം. യെസ്. രാവിലെ എഴുന്നേറ്റു, പല്ല് തേച്ചു, നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കി, അടുക്കളയിൽ കയറി, ആഹാരം പാചകം ചെയ്തു, കുട്ടികൾക്കെല്ലാം ആഹാരം കൊടുത്തു, ഭർത്താവിനും ആഹാരം കൊടുത്തു, ജോലിയെല്ലാം ഒരുവിധം ഒതുക്കിയിട്ട് നമ്മുടെ ക്ലാസ്സിൽ കയറി. ഓൺലൈൻ ക്ലാസ്സിൽ കയറി? വീട് എവിടെയാ? ക്ലാസ്സിൽ കയറി. ഇംഗ്ലീഷ് വേർഡല്ലേ? ഓ, ക്ലാസ്. ഓക്കെ. ഓ, സോറി. ഓക്കെ. ക്ലാസ് വന്നപ്പോ വെരി ഗുഡ്. താര പിടിച്ചു കേട്ടോ. വെരി ഗുഡ്. യെസ്. ഓ, അച്ചു നല്ല കിടക്കാച്ചി ചോദ്യോട് ചോദിച്ചത്. ഓക്കെ, അതിന്റെ അകത്താണ് താര വീട് പോയത്. യെസ്. കെന്നഡി, തുടക്കം തന്നെ പോയി സർ. യെസ് പറഞ്ഞു. യെസ്.
ഇറ്റ് ഇസ് എ ഗുഡ് ലാഫ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കരയുന്നവരെയാണ് ചിരിക്കുന്നവരെയാണ് കന്നഡയ്ക്ക് ഏറ്റവും ഇഷ്ടം? ചിരിക്കുന്ന ആളുകളെയാണ് ഇഷ്ടം. ചിരിക്കുന്നവര്. ഏറ്റവും ഇഷ്ടപ്പെട്ട കോമഡി നടനാണ്? ജഗതി. ജഗതി ശ്രീകുമാർ അല്ലേ? അതെ. ഞങ്ങളിവിടെ കുറെ പേര് ക്ലാസ്സിൽ നിൽക്കുന്നുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലാസ് ഏതാണ്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എല്ലാവരെയും ഇഷ്ടമാണ്. എന്നാലും ഇഷ്ടപ്പെട്ട ക്ലാസ് ഒരെണ്ണം സജസ്റ്റ് ചെയ്യാൻ വേണ്ട, 2 എണ്ണം പറയാൻ പറ്റില്ല. ആരുടെയൊക്കെ പറയും? അങ്ങനെ എടുത്തു പറയാൻ എല്ലാം ഇഷ്ടമാണ്. യെസ്, കുഴപ്പമൊന്നുമില്ല. വിവാദങ്ങളിലേക്ക് നയിക്കുന്നില്ല. ഞാൻ പറഞ്ഞതിന്റെ ബാക്കി പറഞ്ഞത് 1, 2, 3, 4, 4, 5. 5. യെസ്. അച്ചു റെഡി ആയിക്കോട്ടെ. റോസ്മി താര റെഡി ആയിക്കോട്ടെ. യെസ്, ഞാൻ നിങ്ങൾക്ക് ആലോചിക്കാനുള്ള സമയമാണ് തരുന്നത്. ഞാൻ ചോദിക്കാം സാറേ, ചോദിച്ചോളൂ. കന്നഡി ലിപ്സ്റ്റിക് യൂസ് ചെയ്യാറുണ്ടോ? ഇല്ല. ഇല്ല അല്ലെ. നെയിൽ പോളിഷ്? ഇല്ല. ഇല്ലേ? ഇല്ല. ഒരു കോസ്മെറ്റിക് യൂസ് ചെയ്യാറില്ല? ചെയ്യാറില്ല. ചെയ്യാറില്ല. നല്ല കുട്ടി. യെസ്, ഇപ്പൊ ഇട്ടേക്കുന്ന ചെരുപ്പ് ഏതാ? ചോദിച്ചോളൂ രേവതി. ഇപ്പൊ ഇട്ടേക്കുന്ന ചെരുപ്പ് ഏതാണ്? ഇപ്പോൾ ഞാൻ ചെരുപ്പിട്ടിട്ടില്ല. സാർ ഞാൻ ചോദിക്കട്ടെ? ചോദിച്ചോ. നമ്മള് പുറത്തു പോകുമ്പോ ഒരുങ്ങാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ? ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇട്ട് ഒരുങ്ങാറില്ല. കന്നഡിയുടെ കല്യാണം മാരേജ് കഴിഞ്ഞതാണോ? അതെ. അപ്പോ അന്ന് മാരേജിന് എങ്ങനെയാണോ ഒരുങ്ങിയത്? അന്നത്തെ ഒരു ദിവസം എങ്ങനെയായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? അതൊന്ന് പറയാൻ പറ്റുമോ? എന്റെ കല്യാണത്തിന് ഞാൻ ഒരുങ്ങിയിട്ടേ ഇല്ല. ഒരു മേക്കപ്പ് ഇല്ലാതെയാണോ അപ്പൊ കല്യാണത്തിന് ചെന്നേ? അതെ. ഇതുവരെ മേക്കപ്പ് ചെയ്തിട്ടില്ല? ചെയ്തിട്ടേ ഇല്ല. ഷുവറാണോ? സത്യമായിട്ടും. യെസ്. അപ്പോ കന്നഡ വീടിന്റെ അരികത്ത് കാണുന്ന ഒരു 5 കടകൾ ഏതൊക്കെയാണ്? എന്തിന്റെയൊക്കെ കടകളുണ്ട്? ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ട്, തുണിക്കടയുണ്ട്, അതിന്റെ ഇപ്പുറത്തുള്ളത് ഏതാണ്? ഒരു പലചരക്ക് കടയുണ്ട്, അതിന്റെ ഇപ്പുറത്തോ? ഒരു മരുന്ന് കടയുണ്ട്. മെഡിക്കൽ ഷോപ്പ് അല്ലേ? ഉം. അതിന്റെ ഇപ്പുറത്തോ? ഒരു കോഴിക്കടയുണ്ട്. യെസ്. ഇതിന്റെയൊക്കെ മുകളിലൊരു കടയില്ലേ? അതിന്റെ മുകളിൽ കടയില്ല. കടയില്ല. വിവാഹ ദിവസം എന്ന് പറഞ്ഞ ഏത് ദിവസം വരുന്നു? അത് ജൂലൈ 14. ജൂലൈ 14. ജൂലൈ ഇംഗ്ലീഷാ സാർ. അപ്പൊ അതിന്റെ മലയാളത്തിൽ പറയുന്നത് നമ്മള് ജൂലൈയുടെ മലയാളം അല്ല. ഞാനേ 14 എന്നുള്ള പെട്ടെന്ന് 14th എന്ന് പറയുമെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ പിടിച്ചത്. മലയാള മാസങ്ങൾ മറ്റതാണ്. എന്താണ് നമുക്കൊരു പരിഗണന ഇതിന് കൊടുത്താണ്, ഒരു കമ്മിറ്റിക്ക് കൊടുത്താണ്. ജൂലൈ ഇംഗ്ലീഷാണ് മലയാളമാണെന്നുള്ളത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. കന്നഡിയുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് വിദേശത്താണ്. ഹസ്ബൻഡ് പറഞ്ഞില്ലേ? ഹസ്ബൻഡ് സമാധാനമായി വിഷമിച്ചിരിക്കുന്നു. യെസ്, ഹസ്ബൻഡ് വിദേശത്താന്ന് പറഞ്ഞു, ഭർത്താവ് വിദേശത്താന്ന് പറഞ്ഞതെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അപ്പൊ നികിതയ്ക്കും പ്രിയയ്ക്കും ഷൈബക്കും അടുത്ത ക്ലാസ്സിൽ ഒരുമിച്ച് ചോദ്യം ചോദിക്കുന്നതാണ്. ഇപ്പൊ സമയമായതുകൊണ്ട് നിർത്തുകയാണ്. യെസ്, അപ്പൊ നമ്മുടെ ഓർമ്മയുണ്ടായാൽ മതി. ആർക്കൊക്കെയാണ് രേവതി ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്? ഷൈബ, പ്രിയ ആൻഡ് നികിത, 3 പേരോട് ചോദിക്കണം കേട്ടോ. നമുക്കൊരു 5 മിനിറ്റ് അതിലൂടെ കൊടുക്കാം അടുത്ത ക്ലാസ്സിൽ. ഷൈബ, പ്രിയ, നികിത. ഓക്കെ, അപ്പൊ ക്ലോസ് ചെയ്തോട്ടെ. സാർ സൈൻ ഔട്ട്. യെസ്, സൈൻ ഔട്ട് പറഞ്ഞോളൂ.
Thank you everyone for today's class. This knowledge will be very useful to us. Thank you, sir. Okay, very good, very simple and humble. Okay, we will Thank meet in the next Thank you, class. sir. Okay, bye. Thank you, sir. Okay. Thank you, sir. Thank you, sir.